ഞങ്ങൾ ഇന്ന് ഹോങ്കോങ് ഫ്ലവർ ഷോ 2023 കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫ്ലവർ ഷോയാണ്. 4 വർഷത്തിന് ശേഷം നടക്കുന്ന ഷോ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്ക് അതുകൊണ്ട് ആദ്യം തന്നെ എൻട്രൻസിൽ പോയി നമുക്ക് എൻട്രൻസ് ഫീ കൊടുത്ത് നമുക്ക് അകത്തോട്ട് കയറാം. ഒന്നുകിൽ നമുക്ക് ഒക്ടോബസ് കാർഡ് ഇവിടെ പഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് പേ ചെയ്തിട്ടും കയറാം. അപ്പം അഡൽറ്റിനാണ് 14 ഹോങ്കോങ് ഡോളറും കുട്ടികൾക്കാണ് 7 ഹോങ്കോങ് ഡോളറുമാണ്. ഞാനും ചേച്ചിയും പിള്ളേരോടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4:30 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് വരാൻ കാരണം ഞങ്ങൾക്ക് ഡേയും നൈറ്റും ഒരുപോലെ ഷൂട്ട് ചെയ്യാം. നൈറ്റിൽ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. അപ്പോൾ അതുകൊണ്ടാട്ടെ ഈ സമയത്ത് ഇറങ്ങിയത്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പം ഫ്ലവർ ഷോ നടക്കാറില്ലായിരുന്നു, കാരണം കോവിഡിൻ്റെ ഒക്കെ അല്ലേ, കോവിഡൊക്കെ കാരണം. ഇപ്പം 2019 ലാസ്റ്റ് നടന്നത്. ലാസ്റ്റ് 2019 അതിനുശേഷം 2021 ഓൺലൈനായിട്ട് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. ഓൺലൈനായിട്ട് നമുക്ക് എങ്ങനെയാ ഫ്ലവർ ഷോ എൻജോയ് ചെയ്യാൻ പറ്റുക? പൂക്കൾ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കണം. ഇന്നിപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷത്തിന് ശേഷം ഹോങ്കോങ്ങിൽ നടക്കുന്ന ഫ്ലവർ ഷോയാണ് ഇവിടെ. അത് മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 1968 ഇവിടെ ഹോങ്കോങ്ങിന്റെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അന്ന് 1968 വരെ 86 വരെ 2 ഫ്ലവർ ഷോ ആയിട്ടായിരുന്നു. അതായത് ഒന്ന് അർബൻ കൗൺസിലിന്റെ കീഴിലും ഒന്ന് റീജിയണൽ കൗൺസിലും, അങ്ങനെ 2 ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അതിനുശേഷം 1986 ശേഷം ആണ് അവർ 87 ആദ്യമായിട്ട് ഒരു ഫ്ലവർ ഷോ ആയിട്ട് അവർ കൺസോൾട്ടേറ്റ് ചെയ്ത് നടത്തുന്നത്. 2020 ഇവിടെ വിക്ടോറിയ പാർക്കിൽ ഫ്ലവർ ഷോ തുടങ്ങുന്നത്. ഈ തവണത്തെ തീം ഫ്ലവർ ഹൈഡ്രാഞ്ചയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും പല വെറൈറ്റീസിലുള്ള ഹൈഡ്രാഞ്ച കാണാം കേട്ടോ. ഈ ഷോയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഷോയുടെ ഐക്കോണിക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭംഗിയാണ്. ഇതിൻ്റെ ഓരോ എഡ്ജും നോക്കിക്കേ, അവരെത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുക, എത്രയോ ദിവസങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു ലെവലിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലവേഴ്സും അതുപോലെ പ്ലാന്റുകളും ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരുന്നവർക്കും വീഡിയോസ് എടുക്കാൻ വരുന്നവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എവിടെ നിന്ന് നോക്കിയാലും അതിൻ്റെ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്ന കുറച്ച് പേരൊക്കെ ഉണ്ടോ, എന്ത് ക്യൂട്ടാന്ന് നോക്കി, എന്ത് ഭംഗിയല്ലേ കാണാൻ. നമ്മുടെ റെഡ് മക്കാവു, അതുപോലെ ബ്ലൂ, അതുപോലെ തന്നെ പാരറ്റിൻ്റെ ഇനത്തിൽപ്പെട്ട 2-3 വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിനെ തൊടാൻ ചെന്ന ഒരു അപ്പച്ചനെ ആ ചേച്ചി ഓടിക്കുക. ഫ്ലവർ ഷോ ഓൺലൈനായിട്ട് നടന്നെങ്കിലും ഇന്നിവിടെ ഇത്രയും തിരക്ക് നമ്മൾ കാണുന്നതിൻ്റെ റീസൺ 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ശരിക്കും ഫ്ലവർ ഷോ നടക്കുന്നത്. ഇവിടെ ചെറി ബ്ലോസം കാണാൻ വന്നവരുടെ തിരക്കാണ് കേട്ടോ. നിറയെ ചെറി ബ്ലോസത്തിൻ്റെ മരങ്ങളാണ്. അപ്പം ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വന്നവരും അതുപോലെ തന്നെ ആ ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ വന്നവരുടെയും തിരക്കാണ് കേട്ടോ. എന്തോരം ഫോട്ടോഗ്രാഫേഴ്സാണെന്നറിയാമോ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത്. കാരണം അതിൻ്റെ ആ പൂ ഇങ്ങനെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ ഓരോ പൂ അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ കൺകുളിർക്ക് കണ്ടു നിന്ന് പോകും. അത്ര ഭംഗിയാണ് കേട്ടോ. ശരിക്കും ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറി ബ്ലോസത്തിൻ്റെ ഒരുപാട് മരങ്ങൾ നമുക്ക് ഈ ഹോങ്കോങ്ങിൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പുഷ്പമായ തുലീപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ പല കളറിലുള്ള തുലീപ്പുകളാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. റെഡ്, പിങ്ക്, ഓറഞ്ച്, യെല്ലോ, അങ്ങനെ മിക്സ് കളറ് എല്ലാം കൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയും ഫോട്ടോ എടുക്കുന്നവരുടെയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ഒക്കെ തിക്കും തിരക്കുമാണ്. എന്ത് ജനങ്ങളാണ് നോക്കി ഇതിൻ്റെ ചുറ്റിനും നിൽക്കുന്നത്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേനൽക്കാലത്ത് നീലാകാശം, പച്ചക്കടൽ, ശാന്തമായ ബീച്ച് എന്നിവയുടെ കൺസെപ്റ്റിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. ഇവിടെ നമുക്ക് ക്രാബ്, അതുപോലെ തന്നെ ആമയുടെ രൂപത്തിലുള്ളത്, ഡോൾഫിനുകൾ, തിമിംഗലം, നീരാളികൾ, അതുപോലെ കടൽ കുതിരകൾ എന്നിവയുടെ ഒരു പറദീസ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഓരോന്നും ചെയ്തിരിക്കുന്നത് നോക്കി. ഡോൾഫിനുകളൊക്കെ ശരിക്കും രണ്ടുപേർ തമ്മിൽ കടലിൻ്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന രൂപത്തിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നോക്കിയാൽ പല പല പ്ലോട്ടുകൾ നമുക്ക് കാണാം. അതെല്ലാം ഓരോ ജില്ലകളുടെ പ്രത്യേകം പ്ലോട്ടുകളായിട്ടാണ് അവർ ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത്. സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ പ്ലോട്ടാണ്. ഹാപ്പി പ്ലേ ഗ്രൗണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ തീം. കാണുമ്പോൾ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വാട്ടറിങ്ങിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇവർ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ആണ്. ഷാംഷുയിപ്പോ ഡിസ്ട്രിക്റ്റിൻ്റെ പ്ലോട്ടാണ് നമ്മൾ അടുത്തത് കാണുന്നത്. സ്റ്റേഷൻ ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണ് അവരുടെ തീം. ഒരുപക്ഷെ കഴിഞ്ഞ 2-3 വർഷക്കാലം നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു കാത്തിരിപ്പിലായിരുന്നല്ലോ. കൊറോണ അവസാനിച്ച് എങ്ങനെ നമ്മളുടെ ജീവിതം വീണ്ടും ബാക്ക് ടു നോർമൽ ആകുമെന്നുള്ള കാത്തിരിപ്പ്. നിറയെ ഹൈഡ്രാഞ്ചിയ പൂക്കൾ ഇവിടെ നമുക്ക് കാണാം. ഞങ്ങൾ താമസിക്കുന്ന സായ്ക്കങ് ഡിസ്ട്രിക്റ്റിൻ്റെ ഫെറി ടെയിൽ ഓഫ് ഫ്ലവേഴ്സ് എന്ന തീമിലുള്ള പ്ലോട്ടാണിത്. തുറന്നു വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ മാതൃകയിലുള്ള ഈ പ്ലോട്ട് പുസ്തകത്തിന്, അറിവിന്, വായനയ്ക്ക് ഒക്കെ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്ന് മാത്രമല്ല ഗോഗ്രീൻ കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒടിഞ്ഞു വീണ മരച്ച ഇലകൾ, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് എല്ലാമാണ് ഇതിൻ്റെ ഓരോ വസ്തുക്കളും നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് സെൻട്രൽ ആൻഡ് വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്ന പ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തീം എൻചാൻറ്റഡ് കിച്ചൺ എന്നാണ്. ഇത് പീക്ക് വിൻ്ററിന് ശേഷം സാധാരണയായിട്ട് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു, അവർ സാധാരണ ഗാർഡൻ, അതായത് കിച്ചൺ ഗാർഡൻ്റെ ഏരിയയിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അതിവിടെ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ അതിൻ്റെ ബേസിലായിരിക്കാം ഇങ്ങനൊരു കൺസെപ്റ്റ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. രാത്രി ആയപ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞൊരു വാവ് ഫീലിംഗ് ആയിരുന്നു. ഒന്നും പറയാനില്ല, അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലായിരുന്നു നമുക്ക് രാത്രിയിൽ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഹൈഡ്രാഞ്ചി പൂവിലേക്കൊക്കെ ഉണ്ടല്ലോ ലൈറ്റ്സ് വന്നപ്പോഴത്തേനും അതിൻ്റെ ആ മനോഹാരിത നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. ശരിക്കും അവിടെ ചെന്ന് നമ്മൾ നേരിട്ട് അത് ആസ്വദിച്ചാലേ അതിനുള്ള ആ ഒരു ആ ഫീല് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിരുന്നു. പിന്നെ തുലിപ്പിൻ്റെ സെക്ഷനിലാണെങ്കിൽ പിന്നെ അതൊന്നും പറയണ്ട, അതിൻ്റെ ഇടയിലൂടെ പല കളറിലുള്ള ലൈറ്റ്സ് വന്നപ്പോഴത്തേനും ആ പൂക്കളുടെ ആ ഭംഗി അതിൻ്റെ പിന്നെ ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്കും ഈ വിഷ്വൽ ട്രീറ്റ് അല്ല ഇന്നത്തെ ഈ ഫ്ലവർ ഷോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. See you soon. Bye bye.